ഹലോ, ഗുഡ് ഈവനിങ്. കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടി ആരംഭിക്കുകയാണ്. പ്രേക്ഷകർക്കും ഈ പരിപാടിയുടെ ഭാഗമാകാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നിങ്ങൾക്ക് പരാതികൾ, ആശങ്കകൾ ഒരു വാർത്താ മാധ്യമം എന്ന നിലയിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിക്കാം. അതിനുള്ള നമ്പർ 048428305010. നിങ്ങൾക്ക് ദൃശ്യങ്ങളും അയക്കാനുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കുന്നു. നമ്പർ ഇതാണ്: 62 35 96 89 37. ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. കണ്ണൂർ മാടായി കോളേജിലെ നിയമന വിവാദത്തിൽ MK രാഘവൻ MPക്കെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ. കണ്ണൂർ പഴയങ്ങാടിയിലാണ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. കോളേജിൽ DYFI നേതാവിന് നിയമനം നൽകിയതിൽ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ഭരണസമിതിക്ക് വീഴ്ച പറ്റി എന്നാണ് DCC കണ്ടെത്തിയിരിക്കുന്നത്. സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. സജോ, കഴിഞ്ഞ ദിവസം MK രാഘവനെ വഴിയിൽ തടയുന്ന നിലയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പോയിരുന്നു. ഇപ്പോഴത് വലിയ രീതിയിലുള്ള പ്രതിഷേധമായി വളരുന്നു. എന്താണ് വിവരങ്ങൾ, സജോ ദേവസ്യ? റിജിത്ത്, മാടായി സഹകരണ കോളേജ് കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള സൊസൈറ്റി അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഉള്ള ഭരണസമിതിയാണ് ആ കോളേജ് നിയന്ത്രിക്കുന്നത്, ഭരിക്കുന്നത്. അവിടെ 3 നിയമനങ്ങളാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അതിൽ 2 പാർട്ടിയുമായി യാതൊരു ബന്ധമില്ലാത്ത ആളുകൾക്കാണ് നൽകിയത്. ഒന്ന് MK രാഘവൻ MPയുടെ അകന്ന ബന്ധുവായി DYFI നേതാവിനും നൽകിയത്. 2 നിയമനങ്ങളിൽ ഒന്ന് DYFI നേതാവിനും മറ്റൊന്ന് CPM ബന്ധമുള്ള ആൾക്കും നൽകി എന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെയും പരാതിയും വിമർശനവും. അതിലെ പ്രതിഷേധവും വിവാദവും ഒക്കെ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ്. തെരുവിലേക്ക് പ്രതിഷേധം വ്യാപിക്കുകയാണ്. നിലവിൽ പ്രവർത്തകർ MK രാഘവൻ MPയുടെ കോലമടക്കം കാണിച്ചുകൊണ്ട് അത് കോലം കത്തിക്കും എന്നാണ് പ്രവർത്തകർ പറയുന്നത്. അവരുടെ പ്രതിഷേധം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി പാർട്ടിക്ക് വേണ്ടി അടിയും ഇടിയും കൊള്ളാൻ പ്രവർത്തകരുണ്ട്, പക്ഷേ നിയമനങ്ങൾ മറ്റാരും കൊണ്ടുപോകുന്നു എന്നതാണ്. MK രാഘവൻ MPയാണ് ഈ കോളേജിന്റെ ഭരണസമിതി ചെയർമാൻ. നേരത്തെ നിയമന ദിവസം അതുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂ നടന്നപ്പോൾ MK രാഘവൻ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം ഇവിടെ എത്തിയിരുന്നു. അന്ന് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞിരുന്നു. അവരെ പിന്നീട് സസ്പെൻഡ് ചെയ്തു. പിന്നാലെ പ്രവർത്തകരുടെ വികാരം മാനിച്ചില്ല എന്ന് കാട്ടി MK രാഘവൻ MP ചെയർമാനായ ഡയറക്ടർ ബോർഡിലെ 5 പേരെ DCCയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അതായത് നിലവിൽ കണ്ണൂർ DCCയും MK രാഘവൻ MPയും 2 തട്ടിലാണ് എന്നതാണ്. MK രാഘവൻ MP ഒറ്റുകാരനാണ് എന്ന മുദ്രാവാക്യമാണ്. പ്രവർത്തകരുടെ വികാരം മാനിച്ചില്ല, കോഴ വാങ്ങി നിയമനമാണ്. അങ്ങനെ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനത്തിൽ ഈ നിലയിൽ കാര്യങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞു. പ്രവർത്തകർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് ഈ അസാധാരണ? CPM പ്രവർത്തകനും മാടായി കോളേജിൽ ജോലിയെടുത്തതിൽ പ്രതിഷേധിച്ചാണ് നമ്മൾ ഈ പ്രതിഷേധം. ഇത് MK രാഘവൻ MP നടത്തിയ കോഴ വാങ്ങി നടത്തിയ നിയമനമാണ്. അതിൽ പ്രതിഷേധിച്ചിട്ടാണ് നമ്മൾ ഈ പ്രകടനം സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടി ഇപ്പൊ കൊണ്ട് അവസാനിക്കുമെന്ന് നമ്മൾ ഒരുത്തരാളും വിചാരിക്കേണ്ട. പാർട്ടിയെ വിറ്റ് കോഴ വാങ്ങി ജീവിക്കുന്ന ഒരുത്തനെതിരെയും സന്ധിയില്ലാത്ത സമരം തന്നെയാണ് ഈ യുവതയും ഈ ജനങ്ങളും ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളും നടത്തും. അതിലൊരു സംശയവും വേണ്ട. കോഴ വാങ്ങുന്ന ഒരു രാഘവന്മാരെയും നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടും. അവരെ റോഡിലിറങ്ങാൻ അനുവദിക്കില്ല എന്നാണ് ഈ അവസരത്തിൽ പറയുന്നത്. കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ പ്രതിഷേധം. കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയിലും കുഞ്ഞിമംഗലം മണ്ഡലം കമ്മിറ്റിയിലുമുള്ള പ്രവർത്തകർ കൂട്ടത്തോടുകൂടി രാജി ഇതിനകം DCCക്ക് കൈമാറിക്കഴിഞ്ഞു. കണ്ണൂർ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിവാദമായും ഇത് വളരുകയാണ്. വലിയ ഈ നിയമനം നൽകാൻ നീക്കം നടക്കുന്നതിൽ ഒരാൾ, അത് MK രാഘവൻ MPയുടെ ബന്ധുവല്ലേ? അതുപോലെ ഈ വിഷയം DCCയുടെ പരിഗണനയിലേക്ക് വന്നിട്ടുണ്ട്. ആ നടപടികൾ തെറ്റാണ് എന്ന വിലയിരുത്തൽ DCC യോഗത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പരസ്യ പ്രതിഷേധങ്ങളെ, അതിനിടയിലുണ്ടായ സസ്പെൻഷനെയൊക്കെ DCC കാണുന്നത് എങ്ങനെയാണ്? ആ നടപടി പിൻവലിക്കണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചതായാണ് അറിയുന്നത്. അതായത് ഈ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഒരാൾ MK രാഘവൻ MPയുടെ ബന്ധുവാണ്. മറ്റൊരാൾ, അതായത് 2 പേർക്കും 3 നിയമനങ്ങളാണ് നടന്നത്. 3 പേർക്കും CPIയുമായാണ് ബന്ധം. ഒരാൾ DYFIയുടെ നേതാവാണ്. MK രാഘവൻ MPയുടെ ബന്ധുവും അക്കൂട്ടത്തിലുണ്ട്. അതായത് ബന്ധു നിയമനവും ഒപ്പം പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനത്തിൽ പാർട്ടി പ്രവർത്തകരെ പരിഗണിക്കാതെ CPIM ബന്ധമുള്ളവർക്ക് കൊടുത്തു. ഇങ്ങനെയുള്ള വാദമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം MK രാഘവൻ MPയെ ഇതിനകം DCC തള്ളിയിട്ടുണ്ട്. കാരണം ഈ MK രാഘവൻ MP ചെയർമാനായിരിക്കുന്ന ഭരണസമിതിയിലെ 5 പേരെ ഇതിനകം DCC പുറത്താക്കിയിട്ടുണ്ട്. ഫലത്തിൽ MK രാഘവൻ MPക്കെതിരായ നിലപാട് കണ്ണൂർ DCC സ്വീകരിച്ചു എന്നതാണ് ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം. ഫലത്തിൽ കോൺഗ്രസിനകത്ത് നേതൃതലത്തിലുള്ള ഒരു ഭിന്നത കൂടിയായി ഇത് വളരുകയും ചെയ്യുന്നുണ്ട്. കേവലം പ്രവർത്തകരുടെ പ്രതിഷേധവും വികാരവും എന്നത് മാത്രമല്ല, നേതൃത്വവും കണ്ണൂർ DCC ഫലത്തിൽ MK രാഘവൻ MPക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഡയറക്ടർ ബോർഡിലുള്ള 5 പേരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഫലത്തിൽ MK രാഘവൻ MPക്കെതിരായ നിലപാട് കൂടിയാണ് പ്രഖ്യാപിക്കുന്നത് എന്നതുകൂടി കാണണം. അതായത് ഫലത്തിൽ
വലിയ തോതിലുള്ള പ്രവർത്തക രോഷത്തിലേക്ക് കാര്യങ്ങൾ പോയതോടുകൂടി പ്രവർത്തക പക്ഷത്തേക്ക് കണ്ണൂരിലെ DCC നേതൃത്വം ഔദ്യോഗികമായി എത്തിച്ചേരുന്ന ഒരു സാഹചര്യമുണ്ടായി. അതേസമയം ആ നടപടിക്കും പ്രവർത്തകരുടെ വികാരം, പ്രതിഷേധം തണുപ്പിക്കാനായില്ല എന്ന് വേണം കാണാൻ. കാരണം പ്രധാനപ്പെട്ട 2 കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയും കുഞ്ഞിമംഗലം മണ്ഡലം കമ്മിറ്റിയും അടക്കം പ്രദേശത്തെ വിവിധ ബ്ലോക്ക് കമ്മിറ്റികളിലായി 200-ലധികം പ്രവർത്തകർ, പാർട്ടിയുടെ ഔദ്യോഗിക മെമ്പർഷിപ്പിലുള്ള ആളുകൾ രാജി ഇതിനകം വെച്ചു കഴിഞ്ഞു എന്നാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഭാരവാഹികളടക്കം, ബ്ലോക്ക് ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ അടക്കമുണ്ട്. അവരാണ് MK രാഘവൻ MPക്കെതിരെ അതിരൂക്ഷമായ പ്രതിഷേധമാണ്. കാരണം MK രാഘവൻ ഒറ്റുകാരനായ ആണ് എന്നാണ് മുദ്രാവാക്യം അവർ വിളിക്കുന്നത്. ഇത് അനുവദിക്കില്ല. കാരണം ഈ കാര്യത്തിൽ നേരത്തെ പ്രതിഷേധമുണ്ടായെങ്കിലും നിയമന നടപടിയുമായി മുന്നോട്ട് പോകാൻ ഭരണസമിതി തീരുമാനിക്കുകയും 3 പേർക്കും നിയമനം നൽകാനുള്ള തീരുമാനമെടുക്കുകയും അതിന്റെ നടപടികളിലേക്ക് ഇതിനകം കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഫലത്തിൽ ആ നിയമനം വലിയ പ്രതിഷേധമുണ്ടായെങ്കിലും നടന്നു കഴിഞ്ഞു. അന്ന് ഈ യോഗത്തിനെത്തുന്ന സമയത്ത് MK രാഘവൻ MPയെ തടയുന്ന നിലയിലേക്ക്, വലിയ പ്രതിഷേധമുയർത്തുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നു. പിന്നാലെ DCCയുടെ ഇടപെടലുണ്ടാകുന്നു. ഇപ്പോഴത് ആ തെരുവിലേക്ക് നീങ്ങിക്കൊണ്ട് MK രാഘവൻ MP ഒറ്റുകാരനാണെന്ന മുദ്രാവാക്യം, പരസ്യ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പ്രവർത്തകർ, അതിൽ തന്നെ പ്രവർത്തകരുടെ വലിയ സാന്നിധ്യമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനോട് അന്ന് ആ പ്രവർത്തകർ തടഞ്ഞ സമയത്ത് തന്നെ ഈ MK രാഘവൻ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള മറുപടിയോ വിശദീകരണമോ ഇതുമായി ബന്ധപ്പെട്ട് MK രാഘവന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ സജു? റിജിത്ത്, MK രാഘവൻ എന്തെങ്കിലും ഒരു വിശദീകരണത്തിന് തയ്യാറായിട്ടില്ല. അദ്ദേഹം, അതായത് മാടായി കോളേജിൽ ഈ നിയമനത്തിന്റെ ഇന്റർവ്യൂ അഭിമുഖം നടക്കുന്ന വേളയിലാണ് ഈ കാര്യത്തിൽ ബന്ധു നിയമനവും ഒപ്പം രാഷ്ട്രീയ എതിർച്ചെറിയ നിൽക്കുന്ന CPIM ബന്ധമുള്ളവർക്ക് നിയമനവും എന്നിങ്ങനെയുള്ള ആരോപണം ഉന്നയിച്ച് പ്രവർത്തകർ MPയെ തടഞ്ഞു വെക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം പിന്നാലെ ഈ കാര്യത്തിൽ തീരുമാനമാക്കാം, ചർച്ച ചെയ്യാം എന്ന നിലയ്ക്ക് DCC നേതൃത്വം പറഞ്ഞെങ്കിലും എന്തെങ്കിലും ഒരു ചർച്ചകളിലേക്കോ പ്രവർത്തകർ ഉന്നയിച്ച ആവശ്യം പരിഗണിക്കപ്പെടുന്നതിലേക്കോ പോയില്ല. പിന്നീട് ഡയറക്ടർ ബോർഡ് യോഗം ചേരുകയും 3 പേരുടെയും നിയമനം അംഗീകരിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് പ്രവർത്തകരുമായി ചർച്ച നടത്തി. ആ തീരുമാനം വരുന്നതിന് തൊട്ട് മുന്നോടിയായും പ്രവർത്തകരെ DCC നേതൃത്വം ചർച്ചയ്ക്ക് വിളിക്കുകയും പരിഹാരം ഉണ്ടാക്കാം, ഡയറക്ടർ ബോർഡിനോടും MK രാഘവനോടും പുനഃപരിശോധിക്കാനുള്ള നിർദ്ദേശം നൽകാമെന്ന് ഉറപ്പൊക്കെ നൽകി. അതൊന്നും പാലിക്കപ്പെട്ടില്ല. ആ നിയമനം നടക്കുമെന്ന് ഉറപ്പായി. അതിന് പിന്നാലെ ആ തീരുമാനം എടുത്തത് വിവരം പുറത്തു വന്നതിന് പിന്നാലെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കെതിരെ നടപടിയെടുത്തു. പക്ഷേ പ്രവർത്തകർ അവിടം കൊണ്ടും അടങ്ങിയില്ല. അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുന്നു. മണ്ഡലം കമ്മിറ്റികൾ ഒന്നൊന്നായി കൂട്ടരാജി പ്രഖ്യാപിക്കുകയും തെരുവിലേക്ക് പ്രതിഷേധവുമായി ഇറങ്ങുന്നു. അവരൊക്കെ യൂത്ത് കോൺഗ്രസിന്റെയും വിവിധ മണ്ഡലം കമ്മിറ്റികളുടെയും ബ്ലോക്ക് കമ്മിറ്റികളുടെയും ഭാരവാഹികൾ അടക്കമുള്ള പ്രവർത്തകരാണ് വലിയ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുന്നത്. ഈ കാര്യത്തിൽ പാർട്ടി, അതായത് MK രാഘവൻ MP മൗനം പാലിക്കുകയും പാർട്ടി ഈ വിഷയത്തിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കെതിരെ ഒരു കേവല അച്ചടക്ക നടപടി എന്ന നിലയ്ക്ക് ഒരു തീരുമാനവും എടുത്തു. അത് പക്ഷേ പ്രവർത്തകരുടെ വികാരം തണുപ്പിക്കാൻ പര്യാപ്തമാകുന്നില്ല എന്നതാണ് കാണേണ്ടത്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. തത്സമയ വിവരങ്ങളാണ് സജോ ദേവസ്യ പങ്കുവെക്കുന്നത്. കണ്ണൂർ മാടായി കോളേജിലെ നിയമന വിവാദത്തിൽ MK രാഘവനെതിരെ വലിയ പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. കണ്ണൂർ പഴയങ്ങാടിയിലാണ് പ്രവർത്തകർ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. കോളേജിൽ DYFI നേതാവിന് ഒപ്പം തന്നെ MK രാഘവൻ MPയുടെ ബന്ധുവിന് നിയമനം നൽകിയതിൽ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ഭരണസമിതിക്ക് വീഴ്ച പറ്റി എന്ന വിമർശനം ഉയർത്തിക്കൊണ്ടാണ് വലിയ പ്രതിഷേധത്തിലേക്ക് പ്രവർത്തകർ കടക്കുന്നത്. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നൊരു വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിൻ്റെ മരണം, അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ, അതൊക്കെ പ്രേക്ഷകർക്കറിയാം. ഇപ്പോൾ അമ്മു സജീവ് എഴുതി വെച്ചിരുന്ന ഒരു കുറിപ്പ് അത് കുടുംബം പുറത്തുവിടുന്നുണ്ട്. ഇന്ന് ഹോസ്റ്റലിൽ നിന്ന് അമ്മുവിൻ്റെ വസ്തുവകൾ അച്ഛൻ കൊണ്ടുപോയിരുന്നു. അതിനിടയിൽ നിന്നാണ് ഈ കുറിപ്പ്, 2 വരി കുറിപ്പാണത്. ചില കുട്ടികളിൽ നിന്ന് പരിഹാസവും മാനസിക ബുദ്ധിമുട്ടും നേരിട്ടിരുന്നു എന്ന 2 വരിയിലുള്ള ആ കുറിപ്പാണ് കുടുംബത്തിന് കിട്ടിയിരിക്കുന്നത്. അതാണ് ഇപ്പോൾ കുടുംബം പുറത്തുവിട്ടിരിക്കുന്നത്. ആ കുറിപ്പ് പോലീസ് വളരെ വിശദമായി പരിശോധിക്കാൻ പോകുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, എന്താണ് വിവരങ്ങൾ? ജയശങ്കർ, ഇന്നാണ് അമ്മുവിന്റെ കുടുംബം ഹോസ്റ്റൽ മുറിയിൽ എത്തുകയും അമ്മുവിന്റെ വസ്തുവകകൾ കൊണ്ടുപോവുകയും ചെയ്തത്. അമ്മുവിന്റെ അച്ഛൻ തന്നെയാണ് അങ്ങോട്ട് എത്തിയത്. അതിനുശേഷം ഈ സ്ഥാപനങ്ങളിൽ ഈ പുസ്തകങ്ങളും മറ്റും പരിശോധിക്കുന്നതിനിടയിലാണ് ഒരു കുറിപ്പ് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ കുറിപ്പിൽ താൻ ചില കുട്ടികളിൽ നിന്ന് പരിഹാസവും മാനസിക ബുദ്ധിമുട്ടും നേരിടുന്നുവെന്ന ഒരു 2 വരി കുറിച്ചിട്ടതായി പിതാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തായാലും അതിഗൗരവമായ ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമാകുന്ന ഒരു കാര്യം തന്നെയാണ് ഈ അമ്മുവിന്റെ ഈ കുറിപ്പിലുള്ളത്. ഹോസ്റ്റലിൽ
മരണത്തിന് ആത്മഹത്യ ചെയ്യുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് എഴുതിയതാകാനാണ് ഈ കുറിപ്പെന്നാണ് സാധ്യത. ആദ്യഘട്ടത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കിറ്റ് എന്ന രീതിയിൽ ഒരു പേപ്പർ അമ്മുവിന്റെ മുറിയിൽ നിന്ന് കിട്ടിയിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ ചില കുട്ടികളിൽ നിന്ന് മാനസിക ബുദ്ധിമുട്ട് നേരിടുന്നു, മാനസികമായി പ്രയാസം നേരിടുന്നു, പരിഹാസം നേരിടുന്നു എന്ന തരത്തിൽ ഒരു കുറിപ്പ് കിട്ടിയിരിക്കുന്നത്. ഈ കുറിപ്പിന്റെ തുടക്കത്തിൽ എഴുതിയിരിക്കുന്നത് റെസ്പെക്റ്റഡ് മാം എന്നാണ്. ഈ കുറിപ്പ് പൂർത്തിയാക്കാത്ത കുറിപ്പാണെന്നാണ് നിലവിൽ നമ്മൾ അനുമാനിക്കുന്നത്. കാരണം ഇത് കൃത്യമായി കോളേജ് അധികൃതർക്ക് എഴുതിയ കുറിപ്പായിരിക്കാം. പക്ഷേ ഇതൊരു പക്ഷേ അമ്മുവിനെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും ഈ കുറിപ്പിൽ ചില കുട്ടികളിൽ നിന്ന് മാനസികമായ ബുദ്ധിമുട്ട് നേരിടുന്നു, പരിഹാസവും മറ്റും നേരിടുന്നത് കൃത്യമായി എഴുത്തുണ്ട്. എന്തായാലും ഇത് പോലീസ് സംഘം ഈ കേസ് അന്വേഷിക്കുന്ന പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിക്കുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. എ വി ജയശങ്കർ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇതിൽ നഴ്സിംഗ് കോളേജ് അധികൃതർക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ്. അതിനിടയിലാണ് ഈ കുറിപ്പ് വരുന്നത്. അത് റെസ്പെക്റ്റഡ് മാം എന്ന തലക്കെട്ടോടു കൂടിയാണ് അമ്മു സജീവിൻ്റെ കുറിപ്പ് ആരംഭിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഈ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം നഴ്സിംഗ് കോളേജ് അധികൃതർക്ക് മുമ്പിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇനി വ്യക്തത വരേണ്ട കാര്യങ്ങളാണ്. പൊതുജനം കരുതിയ LSR എന്ന പരിപാടിയിലേക്ക് വീണ്ടും ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നൊരു വിവരം അത് 2023 JC ഡാനിയൽ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സംവിധായകൻ ഷാജിയൻ കരുണിനെ തിരഞ്ഞെടുത്തതായി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണ്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കൊല്ലം വെളിനല്ലൂർ പഞ്ചായത്തിലെ മുളയറച്ചാലിൽ മാലിന്യ പ്ലാന്റിലേക്ക് കൊണ്ടുവന്ന അറവ് മാലിന്യങ്ങൾ നാട്ടുകാർ തടഞ്ഞു. പോലീസ് സംരക്ഷണത്തിൽ മാലിന്യം കൊണ്ടുപോകാനുള്ള ശ്രമം നാട്ടുകാരുടെ ചെറുത്തുനിൽപ്പിന് മുന്നിൽ നടന്നില്ല. മാലിന്യ കേന്ദ്രം അടച്ചുപൂട്ടുമെന്ന ഉറപ്പ് കിട്ടിയ ശേഷമാണ് മാലിന്യ ലോറി മാറ്റാൻ നാട്ടുകാർ അനുവദിച്ചത്. അത്രയും സഹികെട്ടപ്പോഴാണ് ജനങ്ങളുടെ പ്രതിഷേധ സ്വരം മാറിയത്. 3 വർഷം മുൻപാണ് മുളയറച്ചാലിൽ അറവ് മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള പ്ലാന്റ് തുടങ്ങുന്നത്. പഞ്ചായത്തിന്റെ ലൈസൻസോടുകൂടിയായിരുന്നു പ്രവർത്തനം. മെല്ലെ ദുർഗന്ധം വീടുകളിലേക്ക് എത്തിത്തുടങ്ങി. കണ്ണൊക്കെ നീരൊന്നുമില്ല, പുകയും എല്ലാം കൂടെ വന്നിട്ടെ ശ്വാസം മുട്ട് നടക്കാനൊന്നും വയ്യ. കാലിന്റെ മുട്ടൊക്കെ വേദന എന്ന് പറയാൻ 5-6 വർഷം കൊണ്ട് നടക്കുമല്ലേ ഇത്. ഞങ്ങൾ നടന്ന് മടുത്ത്. ഇനി ഞങ്ങൾക്ക് നടക്കാൻ ഇനി ഞങ്ങൾ നടക്കുന്നത് കല്ലും കൊണ്ടാ. ഏത് വണ്ടിയായാലും ശരി തന്നെ ആരാരും എറി കാണിഷം കിട്ടും. ഞങ്ങൾ അതേപോലെ നടക്കുക. ഞങ്ങൾക്ക് അത്രയ്ക്ക് വയ്യ. ഇതോടെ ജനകീയ സമരസമിതി രൂപീകരിച്ചു. പഞ്ചായത്ത് ലൈസൻസ് റദ്ദാക്കി. പക്ഷേ ഹൈക്കോടതി ഉത്തരവുമായി വന്ന് പ്ലാന്റ് വീണ്ടും പ്രവർത്തനം തുടങ്ങി. പ്ലാന്റ് അടിയന്തരമായി സ്റ്റോപ്പ് കൊടുത്ത് നിർത്തും എന്നാണ് കളക്ടറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സമരസമിതിക്കും ജനങ്ങൾക്കും നൽകിയിട്ടുള്ള ഉറപ്പ്. അതിനുശേഷമാണ് ഈ മാലിന്യം ഇവിടെ കിടന്ന് വലിയ ദുർഗന്ധം പ്രദേശത്ത് വ്യാപകമായിട്ടുണ്ടായി. ജനങ്ങൾ വലിയ 2-3 രാവിലെ മുതൽ പല ഘട്ടങ്ങളിലും പ്രക്ഷോഭവും സമരങ്ങളും മുദ്രാവാക്യങ്ങളുമായി പോലീസിന് നേരെ തിരിഞ്ഞു. പ്ലാന്റ് പൂർണ്ണമായും അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. ഫലമുണ്ടായില്ല. ഇന്നലെ അർദ്ധരാത്രി വീണ്ടും അറവ് മാലിന്യവുമായി ലോറികൾ എത്തിയതോടെ സ്ത്രീകളടക്കമുള്ളവർ നേരിട്ടു. ഉച്ചയോടെ തഹസിൽദാറും RDOയും സ്ഥലത്തെത്തി. നാട്ടുകാരുമായി ചർച്ച നടത്തി. പ്ലാന്റ് താൽക്കാലികമായി പൂട്ടാൻ ഉത്തരവിട്ടു. ഇതോടെ നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള അറവ് മാലിന്യങ്ങളാണ് ഇവിടേക്ക് എത്തിച്ചിരുന്നത്. ജനകീയ പ്രതിഷേധത്തിന് മുന്നിൽ തൽക്കാലത്തേക്ക് മാലിന്യ പ്ലാന്റ് അടച്ചുപൂട്ടി. ഇനി വീണ്ടും കോടതി ഉത്തരവുമായി തുറക്കാനാണ് നീക്കമെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിനാണ് നാട്ടുകാരുടെ ഒരുക്കം. കൊല്ലത്ത് നിന്നും അരുണസാറിനൊപ്പം അജിഷേകുമാർ, 24. പൊതുജനം കഴുതയല്ല സാർ. ജനകീയ വിഷയങ്ങളിൽ നേരിട്ടിടപെട്ട് പരിഹാരം സാധ്യമാക്കുകയാണ് 24. കാണാം പതിവ് സെഗ്മെന്റ് ഉത്തരം. കൽപ്പറ്റ SKMJ സ്കൂൾ മൈതാനത്തെ ഹെലിപാഡുകൾ ഒടുവിൽ പൊളിച്ചു നീക്കി. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായാണ് ഇവിടെ ഹെലിപാഡുകൾ നിർമ്മിച്ചത്. ഹെലിപാഡ് മൂലം വിദ്യാർത്ഥികളടക്കം നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് 24 വാർത്ത നൽകി. 3ാം നാളിലാണ് പൊളിച്ചു നീക്കൽ തുടങ്ങിയത്. പൊതുജനം ഇമ്പാക്ട്. ഒരു താൽക്കാലിക ഹെലിപ്പാഡ് കാരണം പൊല്ലാപ്പിലായിരിക്കുകയാണ് വയനാട് കൽപ്പറ്റ SKMJ ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതർ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് പിന്നാലെ പ്രധാനമന്ത്രിക്ക് ഇറങ്ങാനാണ് ഇവിടത്തെ ഗ്രൗണ്ടിൽ ഹെലിപ്പാഡ് നിർമ്മിച്ചത്.
ചാനൽ 24ന്റെ ഒരു വാർത്തയ്ക്ക് കൂടി ഗുണഫലം വേഗത്തിലുണ്ടായിരിക്കുന്നു. SKMJ സ്കൂളിലെ ഹെലിപാഡ് പൊളിച്ചു മാറ്റാനുള്ള നടപടി തുടങ്ങി. ഇനി സുഗമമായ രീതിയിൽ തന്നെ ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും ഈ നാട്ടുകാർക്കും ഗ്രൗണ്ട് പ്രയോജനപ്പെടുത്താൻ കഴിയും. ഈ ഗ്രൗണ്ടിനെ ആശ്രയിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾ മാത്രമല്ല, ഈ നാട്ടുകാർ കൂടിയാണ്. കായിക പരിശീലനത്തിനും പ്രഭാത സായാഹ്ന നടത്തത്തിനും ഉൾപ്പെടെ ഈ ഗ്രൗണ്ട് പ്രയോജനപ്പെടുത്താറുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായപ്പോൾ പ്രധാനമന്ത്രിക്കും കേന്ദ്ര ഉദ്യോഗസ്ഥർക്കും എത്താൻ വേണ്ടിയാണ് 25 ലക്ഷം രൂപ ചിലവഴിച്ച് 2 താൽക്കാലിക ഹെലിപ്പാഡുകൾ നിർമ്മിച്ചത്. എന്നാൽ മാസങ്ങളായിട്ടും ഇത് പൊളിച്ചു നീക്കിയില്ല. ഈ വിഷയം ചൂണ്ടിക്കാട്ടി 24 വാർത്ത നൽകിയത് 3 ദിവസം മുമ്പ്. വിഷയത്തിൽ അടിയന്തര ഇടപെടലുണ്ടായി. പൊളിച്ചു നീക്കൽ നടപടി വേഗത്തിൽ. SKMJ ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ 5-6 മാസമായിട്ട് ഉണ്ടായിരുന്ന ഹെലിപ്പാഡ് 24 ചാനലിൻ്റെ അടക്കമുള്ള ഇടപെടലിനെ തുടർന്ന് ഇന്നു മുതൽ അത് പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ സന്തോഷം. എത്രയും പെട്ടെന്ന് ഇവിടെ ഒഴിവായി കിട്ടുകയാണെങ്കിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റും. ഹെലിപാഡിന്റെ അവശിഷ്ടങ്ങൾ നീക്കാൻ 3 ലക്ഷം രൂപയാണ് ചിലവ്. ഇവ കൽപ്പറ്റ വില്ലേജ് ഓഫീസ് പരിസരത്ത് സൂക്ഷിക്കും. തുടർന്ന് ലേലം ചെയ്തു നൽകും. ഈ മാസം തന്നെ മൈതാനം പൂർവ്വസ്ഥിതിയിലാക്കാനാണ് ശ്രമം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. 24 വാർത്തയ്ക്ക് പിന്നാലെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമാണ്. ഈ പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്.